അങ്ങനെ UPSCയുടെ പരീക്ഷ ആയി. UPSCയുടെ പരീക്ഷ മറ്റന്നാൾ ശനിയാഴ്ച 6/7/2024 1:30 മണി മുതൽ 3:30 മണി വരെ നടക്കുകയാണ്. ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാവും അല്ലേ? അപ്പോൾ ആദ്യം ഒഴിവാക്കേണ്ടത് ഈ പറയുന്ന ടെൻഷനാണ്. അപ്പോൾ പരീക്ഷയുടെ തലേ ദിവസവും പരീക്ഷയുടെ അന്നത്തെ ദിവസവും പരീക്ഷാ സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച ഒരു വ്യക്തമായ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാ ഗ്രൂപ്പുകളിലേക്കും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് നിർബന്ധമായി കാണുക. കാരണം നമ്മൾ പല ആളുകളും പല രീതിയിൽ പഠിച്ച ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ 1 വർഷം പഠിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർ 2 വർഷം പഠിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർ 6 മാസം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന അധ്വാനത്തിൻ്റെ എക്സിക്യൂഷനാണ് ഈ പറയുന്ന 1:30 മണിക്കൂറിൽ സംഭവിക്കേണ്ടത്. 1:30 മണി മുതൽ 3:30 മണി വരെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അരമണിക്കൂർ നമുക്കറിയാം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനും കാര്യങ്ങൾക്കുമാണ്. 2 മുതൽ 3:30 വരെയാണ് നമ്മുടെ പരീക്ഷ. അപ്പോൾ അത് കൃത്യമായി എക്സിക്യൂട്ടീവ് ചെയ്യുക എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. അതിനെ സംബന്ധിച്ചുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ വീഡിയോ നമ്മൾ ഓൾറെഡി 2-3 ദിവസം മുമ്പ് നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കാണാം കേട്ടോ. പിന്നെ അതിൽ പറയാൻ വിട്ടൊരു കാര്യം കൂടി ഞാനിപ്പോൾ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ചോദ്യം കൃത്യമായി വായിച്ചു നോക്കുക. അതിനുശേഷം 4 ഓപ്ഷനുകൾ മാത്രമേ തന്നിട്ടുള്ളൂ വെച്ച് കഴിഞ്ഞാൽ 4 ഓപ്ഷനുകളിലൂടെയും കണ്ണോടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ OMRൽ ബബിൾ ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ചാടിക്കയറിയൊരു തീരുമാനമെടുത്ത് ബബിൾ ചെയ്യരുത്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണെങ്കിൽ ചോദ്യം വായിക്കുക, സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായി വായിക്കുക, അതിൻ്റെ ഓപ്ഷനുകളെല്ലാം നോക്കിയതിന് ശേഷം കൃത്യമായി മാത്രം ബബിൾ ചെയ്യുക. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക. ഒരു പ്രാവശ്യം വായിച്ചില്ലെങ്കിൽ ഒന്നുകൂടിയും വായിച്ച് ക്ലിയർ ആക്കുക, ഓപ്ഷനിലൂടെ കണ്ണോടിക്കുക, എന്നിട്ട് മാത്രം നമ്മുടെ ഒരു സബ്മിഷനിലേക്ക് എത്തുക കേട്ടോ. നമ്മൾ രാത്രി നേരത്തെ കിടക്കുക. അതിനുശേഷം നാളെ ആണെങ്കിലും ലളിതമായ പഠനങ്ങൾ, ഇപ്പം നമ്മൾക്ക് മലയാളം, അതുപോലെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഒക്കെ വൊക്കാബുലറി സെക്ഷൻസ്, മാത്സിൻ്റെ ഇക്വേഷൻസ്, കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ ലളിതമായ പഠനങ്ങൾ മാത്രമേ നാളെയൊക്കെ പാടുള്ളൂ. വാരി വലിച്ചുള്ളൊരു പഠനങ്ങളും പാടില്ല. അപ്പോൾ പല രീതിയിൽ ഇങ്ങനെയുള്ള മാരത്തോണോ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അവിടെയൊക്കെ ചില പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കും. അപ്പോൾ നമുക്ക് തോന്നും അയ്യോ ഞാനിതൊന്നും പഠിച്ചില്ലല്ലോ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആശങ്കകൾ പാടില്ല. ഇനി തൊട്ടിട്ട് പരീക്ഷ കഴിഞ്ഞ് 3:30 കഴിയുന്നത് വരെ, മറ്റന്നാൾ 3:30 കഴിയുന്നത് വരെ പരമാവധി ആശങ്കകളെ ഒഴിവാക്കുക, പരമാവധി നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കുക. ആ മനസ്സ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക്, മനസ്സിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെറുതായി പഠിച്ചു പോയ കാര്യങ്ങൾ കൂടി നമുക്ക് ഓർമ്മയിലെടുത്ത് എഴുതാൻ പറ്റും. അതാണ് മാക്സിമം എക്സിക്യൂഷനാണ് വേണ്ടത്. ഇത്രയും കാലം നമ്മൾ അധ്വാനിച്ചതിൻ്റെ മാക്സിമം നമ്മൾക്ക് ആ പറയുന്ന 1:30 മണിക്കൂർ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കണം. അതിന് ഏറ്റവും ശക്തമായി വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് തെളിഞ്ഞ മനസ്സാണ്. ആ തെളിഞ്ഞ മനസ്സ് ഇന്ന് രാത്രി മുതൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാറും കോളും മൂടിയ ഒരു രീതിയിലുള്ള മനസ്സിൽ നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ പോലും നമുക്ക് മാറിപ്പോവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങി വെക്കേണ്ട. ഈ പറയുന്ന രീതിയിൽ ലളിതമായ പഠനം, വാരി വലിച്ച് അല്ലാത്ത ലളിതമായ പഠനങ്ങൾ മാത്രം നാളെയൊക്കെ ചെയ്യുക. മറ്റന്നാളും അതിനനുസരിച്ച് കറണ്ട് അഫയേഴ്സിൽ നമുക്കൊക്കെ ഓടിച്ചു നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മളെടുത്ത ഈ അധ്വാനത്തിൻ്റെ ആ ഒരു ഫലം നമ്മൾക്ക് ഉണ്ടാവണം. അത് തീർച്ചയായും സർവേശ്വരൻ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തരും. അതിന് എല്ലാ പ്രാർത്ഥനകളും പ്രൊപ്സ്കെയിൽ ടീമിൻ്റെ, എൻ്റെ പ്രൊപ്സ്കെയിൽ ടീമിന്, നിങ്ങൾ പഠിച്ച ആ അധ്വാനം എടുത്ത ആൾക്കാർക്കെല്ലാം നല്ലത് സംഭവിക്കട്ടെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റട്ടെ എന്നുള്ളത് പ്രൊപ്സ്കെയിൽ ടീമും നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ ഒരു സമയം എൻ്റയർ പ്രൊപ്സ്കെയിൽ ടീമിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് നിങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ലാസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ തന്നിട്ടുള്ളത് ജസ്റ്റ് റിവിഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ പുതുതായിട്ട് ഒരു കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടില്ല. അതൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ ആ രീതിയിൽ നല്ല ഒരു രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റയർ പ്രൊപ്സ്കെയിൽ ടീമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ആൾ ദ ബെസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സർവേശ്വരൻ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തട്ടെ, അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ. അങ്ങനെ നല്ല രീതിയിൽ എക്സാമിനേഷൻ എഴുതി നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ളത് എൻ്റയർ പ്രൊപ്സ്കെയിൽ ടീമിന് വേണ്ടിയിട്ട് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാ ആസ്പിറൻസിന് വേണ്ടിയിട്ടും എൻ്റയർ പ്രൊപ്സ്കെയിൽ ടീമിൻ്റെ ഓൾ ദ ബെസ്റ്റ്.